കഴിഞ്ഞ സാറ്റർഡേ ആയിരുന്നല്ലോ ധന്യയുടെ ഡാൻസ് സ്കൂളിൻ്റെ 15th ആനുവൽ ഡേ. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. 15th ആനുവൽ ഡേ ആയതുകൊണ്ട് തന്നെ ധന്യയുടെ ഡ്രീം കം ട്രൂ എന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡാൻസ് ഡ്രാമ അത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ ധന്യക്കും സ്റ്റുഡൻസിനും കഴിഞ്ഞു കേട്ടോ. രാവിലെ ഒരു 7:30 ഒക്കെ ആയപ്പോൾ കുട്ടികളൊക്കെ ഓഡിറ്റോറിയത്തിൽ എത്തിയായിരുന്നു. 10 മേക്കപ്പ് ആർട്ടിസ്റ്റ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളെയൊക്കെ റെഡിയാക്കാനായിട്ട്. അവരവരുടെ ജോലിയൊക്കെ വളരെ ഭംഗിയായിട്ട് നിറവേറ്റിയിട്ടോ. നല്ല സുന്ദരികളായിട്ട് ഒരുക്കിയായിരുന്നു എല്ലാ കുട്ടികളെയും. ഞാനും ധന്യയോടൊപ്പം പോയായിരുന്നു രാവിലെ, ധന്യക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞ് ശോഭയും ഷീബയും ഒക്കെ വന്നായിരുന്നു കേട്ടോ. കുട്ടികളെ ഇപ്പോൾ റെഡിയാക്കാനായിട്ട് അവരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. JC റോഡിലുള്ള ADA രംഗമന്ദിരയിലായിരുന്നു കേട്ടോ പ്രോഗ്രാം. ഇനാഗുറേഷൻ വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ, ഞങ്ങളൊക്കെ സ്റ്റേജിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പുവിൻ്റെ വെൽക്കം സ്പീച്ചോടുകൂടിയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ആവണിയാണ് ആങ്കറിങ് ചെയ്തത് കേട്ടോ. അപ്പോൾ ധന്യ എല്ലാ കുട്ടികൾക്കും ഓരോ ചാൻസ് കൊടുക്കുകയാണ് സ്റ്റേജിൽ. ആവണി ധന്യയുടെ കൂടെ 5 വർഷമായിട്ട് ആങ്കറിങ് ചെയ്യാൻ കേട്ടോ. നല്ല സൂപ്പർ ആങ്കറിങ് ആണ് അവളുടെ. ചീഫ് ഗസ്റ്റായിട്ട് നൃത്ത ചൂടാമണി വൈജയന്തി കാശി മാം ആയിരുന്നു. ധന്യ അവരുടെ കീഴിൽ കുച്ചിപ്പുടി ഇപ്പോഴും പഠിക്കുന്നുണ്ട് കേട്ടോ. മാമിന് ഭയങ്കര ഹാപ്പിയായി ധന്യ ഇത്രയും കുട്ടികളെ നൃത്തം പഠിപ്പിച്ച് സ്റ്റേജിൽ കയറ്റിയതിൽ കേട്ടോ. പിന്നെ നമുക്ക് ഡാൻസ് ഡ്രാമയായിരുന്നു. അപ്പോൾ ആ ഡാൻസ് ഡ്രാമയുടെ സ്റ്റോറി കന്നഡയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും അവിടെ പറയുകയുണ്ടായി. ശ്രീ മൂകാംബിക ദേവിയുടെ ഒരു സ്റ്റോറിയാട്ടോ ഈ ഡാൻസ് ഡ്രാമയായിട്ട് ധന്യ ഇവിടെ അവതരിപ്പിച്ചത്. മൂകാംബിക ദേവിയായിട്ട് അച്ചു ആയിരുന്നു. മൂകാംബിക ദേവിയുടെ മറ്റു 2 ഭാവങ്ങൾ ലക്ഷ്മി സരസ്വതിയും അതിഥിയും കനസുമാണ് അവതരിപ്പിച്ചത്. അങ്ങനെ ധന്യയുടെ ഡ്രീം അവിടെ സാക്ഷാത്കാരം ആയിട്ടോ. എത്രയും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റും അത്രയും ഭംഗിയായിട്ട് തന്നെ സ്റ്റുഡൻസ് അത് അവതരിപ്പിച്ചു. ഓഡിയൻസൊക്കെ വളരെ അപ്രീസിയേഷൻ കൊടുത്തായിരുന്നു കേട്ടോ. സ്റ്റേജിൽ ധന്യയുടെ കൂടെയും ഈ കുട്ടികളുടെ കൂടെയും ഒക്കെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള തിരക്കായിരുന്നു. പിന്നീട് അസുരനായിട്ട് ഹരിപ്രിയയും ബ്രഹ്മാവായിട്ട് വിസ്മയയും ശിവനായിട്ട് നന്ദനെയും മുനിയായിട്ട് അമൃതയും ആക്ട് ചെയ്തായിരുന്നു കേട്ടോ. വിസ്മയുടെ ബ്രഹ്മാവിൻ്റെ കോസ്റ്റ്യൂം കുട്ടികൾക്കൊക്കെ ഒരു അതിശയമായിരുന്നു കേട്ടോ. അവരൊക്കെ വന്ന് അവളുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു.